ഹായ്, എല്ലാവർക്കും PSC പറ്റിലേക്ക് സ്വാഗതം. PSC 2023 ജനുവരിയിൽ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട തസ്തികകളിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തേണ്ടുന്ന വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തുന്ന വിലാസത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമേ കൺഫർമേഷൻ കൊടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ജനുവരി 4-നാണ് ഫസ്റ്റ് എക്സാം. പ്ലംബർ കം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് റൈറ്റ് സൈഡിലെ ബ്ലൂ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നത് 23/10/2022 മുതൽ 11/11/2022 വരെയാണ് ഇതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ ആ ഡേറ്റ് ശ്രദ്ധിച്ച് കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ. 5-ാം തീയതി നെക്സ്റ്റ് എക്സാം റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻസ് ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ള എക്സാമാണ്. അപ്പോൾ പ്രോസ്തെറ്റിക്സ്, ഓർത്തോട്ടിക്സ്, ലെതർ വർക്ക്സിൻ്റെ ഒരു എക്സാമാണ് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ 23/10/2022 മുതൽ 11/11/2022 വരെ കൊടുക്കാം. അത് ശ്രദ്ധിക്കുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2ൻ്റെ NCAയുടെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ സ്ഥിരീകരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത 5-ാം തീയതി നടക്കുന്ന മറ്റൊരു എക്സാമാണ് ഫിനാൻസ് അസിസ്റ്റൻറ്റ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഫിനാൻസ് അസിസ്റ്റൻ്റ് എക്സാം. അപ്പോൾ അതിനും ഇതുപോലെ 23/10 മുതൽ 11/11 വരെയാണ് കൺഫർമേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ. കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് 6-ാം തീയതിയുള്ള എക്സാമാണ് ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജറിൻ്റെ എക്സാം. അതിൻ്റെ കൺഫർമേഷൻ ഈ സെയിം ഡേറ്റ് തന്നെയാണ് കേട്ടോ, 23/10 മുതൽ 11/11 വരെ. ഓക്കെ. 6-ാം തീയതിയുള്ള മറ്റൊരു എക്സാമാണ് മെക്കാനിക്ക്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാമാണ്. അപ്പം ഇതിനും സെയിം കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാനുള്ളവർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ 7-ാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമാണ് 7-ാം തീയതി നടക്കുന്നത്. അപ്പോൾ അതും കൺഫർമേഷൻ സെയിം ഡേറ്റ് തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാനുള്ളവർ ആ ഡേറ്റിൽ തന്നെ കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ മെസ്സേജ് വരും. അപ്പോൾ അത് മറക്കാതെ കൊടുക്കുക. ഓക്കെ. ശേഷം 10-ാം തീയതിയാണ് ജനുവരി 10-നാണ് എക്സാം ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ് എക്സാമാണ്. SR ഫ്രം എമംഗ് XT ഓൺലിക്കാണ് ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ. കൺഫർമേഷൻ സെയിം ഡേറ്റുകൾ തന്നെയാണ്. ഓക്കെ. 23/10 മുതൽ 11/11 വരെ. ഓക്കെ. 11-ാം തീയതി ജനുവരി 11-നുള്ള എക്സാമാണ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ എക്സാം. ഇതിനും സെയിം ഡേറ്റ് തന്നെയാണ് കൺഫർമേഷൻസ് വന്നിരിക്കുന്നത്, 23/10 മുതൽ 11/11 വരെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് റൈറ്റ് സൈഡിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ആ നോട്ടിഫിക്കേഷനിൽ നിന്ന്. ഓക്കെ. 12 ജനുവരി 12-നാണ് റിസർച്ച് ഓഫീസറിൻ്റെ എക്സാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് മെയിൻ ടോപ്പിക്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ആ സെയിം ഡേറ്റ് തന്നെയാണ്, 23/10 മുതൽ 11/11 വരെ. ഓക്കെ. 11-ാം തീയതി 11-ാമത്തെ എക്സാം 13-ാം തീയതിയാണ്. ജനുവരി 13-ാം തീയതി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEBയിലേക്കുള്ള എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ സെയിം ഡേറ്റ് തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാനുള്ളവർ കൊടുക്കുക. 50 മാർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറും 50 മാർക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. കൺഫർമേഷൻ കൊടുക്കുക, സിലബസൊക്കെ എടുത്ത് പഠിക്കുക. ഓക്കെ. ഇനി 17-ാം തീയതിയാണ് ബോട്ട് ലാസ്കർ എക്സാമിനെ കുറിച്ചാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബോട്ട് ലാസ്കർ. ഓക്കെ. അപ്പോൾ അതിനും കൺഫർമേഷൻ സെയിം ഡേറ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ ആ ഡേറ്റിൽ മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ബോട്ട് ലാസ്കർ NCA നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കും കൺഫർമേഷൻ ഡേറ്റുകളെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. 18-ാം തീയതി പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് യൂണിറ്റ് മാനേജറിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ കൺഫർമേഷനെല്ലാം സെയിം ഡേറ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അത് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് കാണാൻ പറ്റും. ഓക്കെ. 19-ാം തീയതിയാണ് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് NCC സൈനിക് വെൽഫെയറിൻ്റെ LD ടൈപ്പിസ്റ്റിനും ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്കിൻ്റെ എക്സാമിൻ്റെ ഇത് 19-ാം തീയതിയാണ് ആ എക്സാം നടക്കുന്നത്, ജനുവരി 19-ന്. അപ്പോൾ അത് ഒരു
തിരുവനന്തപുരം 114 പേര്, കൊല്ലം 96, പത്തനംതിട്ട 78, എറണാകുളം 75, തൃശ്ശൂർ 61, മലപ്പുറം 61, വയനാട് 57, കണ്ണൂർ 79, അങ്ങനെ കുറച്ചധികം ഇതുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക്കുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ അതിനകത്ത് ജി കെയും കറണ്ട് അഫെയറും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, ജനറൽ ഇംഗ്ലീഷും മലയാളം റീജിയണൽ ലാംഗ്വേജും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൺഫർമേഷനും സെയിം ഡേറ്റ് തന്നെയാണ്, 23 മുതൽ 11 തീയതി വരെയാണ്. ഓക്കെ. അതുപോലെ തന്നെ 19 തീയതി നടക്കുന്ന മറ്റൊരു എക്സാമാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് വേരിയസ് SR ഫ്രം ST ഓൺലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥിരീകരണം കൺഫർമേഷൻ കൊടുക്കാനുള്ളത് 23/10 മുതൽ 11/11 വരെയാണ്. ഓക്കെ. അപ്പം 5/1 മുതൽ ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനകത്തുനിന്ന്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ 20 തീയതിയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡിൻ്റെ ഒരു എക്സാം നടക്കുന്നുണ്ട്, കേരള സിറ്റി ഹൗസിംഗ് ബോർഡിലേക്കുള്ളത്. ഓക്കെ. ഡീറ്റെയിൽഡ് സിലബസ് ഇപ്പോൾ അവൈലബിൾ അല്ല അതിൻ്റെത്. അപ്പോൾ അവർ കുറച്ച് ഡിക്റ്റേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് 100 മാർക്കിന്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഫൈൽ 6/1/2023 മുതൽ പ്രൊഫൈൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 21 തീയതിയാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എക്സാം നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സിലബസൊക്കെ ഡീറ്റെയിൽഡ് സിലബസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു എക്സാമാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെതും കൺഫർമേഷൻ 23/10 മുതൽ 11/11 വരെയാണ്. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ. കൺഫർമേഷനൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ NCA നോട്ടിഫിക്കേഷൻ്റെ എക്സാമും ഉണ്ട്. അതിനും സെയിം ഡേറ്റ് തന്നെയാണ് എൻ്റെ കൺഫർമേഷനൊക്കെ കൊടുക്കുന്നത്. 7/1 മുതലാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുകയും ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ്. എക്സാം ജനുവരി 24-നാണ്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലേക്കാണ്. ഓക്കെ. സെയിം ഡേറ്റ് തന്നെയാണ് കൺഫർമേഷൻ കൊടുക്കുന്നത്, 23/10 മുതൽ 11/11 വരെയാണ്. ഓക്കെ. ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് 10/1/2023 മുതലാണ്. ജനുവരി 25-നാണ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ള എക്സാമാണ്. അപ്പോൾ ഇതിന് കൺഫർമേഷൻ സെയിം ഡേറ്റാണ്, 23/10 മുതൽ 11/11 വരെയാണ്. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ 11/1/2023 ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായിട്ടുള്ളത്. ഓക്കെ. ജനുവരി 27-നാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള ലീവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എക്സാം. ഓക്കെ. അപ്പോൾ അതും 100 മാർക്കിനാണ്. 13/1/2023 ജനുവരി 13 മുതൽ ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ജനുവരി 27-ലാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡിൻ്റെ എക്സാം നടക്കുന്നത്, അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 226/2020 അപ്ലൈ ചെയ്ത ഒരു ഇതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് 13/1/2023 ജനുവരി 13 മുതലാണ്. ഓക്കെ. ജനുവരി 27-നാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്കുള്ള മത്സ്യഫെഡിലേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് 13/1/2023 മുതലാണ്. ഓക്കെ. അപ്പോൾ അത് പാർട്ട് സെക്കൻഡ് ഫിഷർമെൻ്റ് ഡിപ്പെൻഡ് ഓഫ് ഫിഷർമെൻ കാറ്റഗറിയിലാണ്. അപ്പോൾ 27-ാം തീയതി തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലേക്ക് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ വഴി 13/1/2020 ജനുവരി 13 മുതൽ ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 227/2020 228/2020. അപ്പോൾ ആ എക്സാമുകളുള്ളവർ ശ്രദ്ധിക്കുക. ഓക്കെ. ജനുവരി 27-നാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സെലക്ഷൻ ഗ്രേഡ് ലാൻഡ് റവന്യൂയുടെ എക്സാം. അതും 13/1/2023 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. അതുപോലെ തന്നെ ആ സീരീസ് നമ്പർ 22 മുതൽ 26 വരെയുള്ള എക്സാമുകളെല്ലാം കോമൺ ടെസ്റ്റാണ്. ഓക്കെ. 28-ാം തീയതിയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജിയുടെ എക്സാം കേരള കൊളീജിയറ്റ് എഡ്യൂക്കേഷനിലേക്കുള്ളത്. അപ്പോൾ അതും കൺഫർമേഷൻ സെയിം ഡേറ്റാണ്, 23/10 മുതൽ 11/11 വരെയാണ്. 289/2021 കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് 13/1/2023 മുതലാണ് ലഭ്യമാകുന്നത്. ജനുവരി 31-നാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ എക്സാം. അപ്പോൾ അതും കൺഫർമേഷൻ കൊടുക്കാനുള്ളത് 23/10 മുതൽ 11/11 വരെയാണ്. ഓക്കെ. അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് 17/1/2023 മുതലാണ്, ജനുവരി 17 മുതലാണ്. ഓക്കെ. അപ്പോൾ ഇത്ര എക്സാമുകളാണ് ജനുവരി നടക്കുന്നത്. അപ്പം 10th മെയിൻസിൻ്റെ എക്സാമുകളുടെ ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല അവർ. അതുപോലെ തന്നെ മറ്റ് എക്സാമുകൾ 10th മെയിൻസോ
അല്ലെങ്കിൽ ഡിഗ്രിയുടെ മെയിൻസിൻ്റെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ഏകദേശം ഇത്ര എക്സാമുകളാണ് ഈ ഒരു ജനുവരി മാസത്തിൽ അവരിപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്നത്, എക്സാം ഡേറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും എക്സാമുകൾ 10th ഇപ്പോൾ ആൾറെഡി റിസൾട്ട് വരാനുള്ള പ്രിലിമിനറി റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാമുകൾ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇതിനകത്ത് ഈ കാലണ്ടറിനകത്ത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ഒക്കെ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സ്ഥിരീകരണം രേഖപ്പെടുത്തേണ്ട തീയതിക്കുള്ളിൽ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫർമേഷൻ ഡേറ്റുകൾ ശ്രദ്ധിച്ച് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഓർക്കുക. ഓക്കെ. അപ്പോൾ മെസ്സേജ് 2 ദിവസം മുന്നേ തന്നെ വരും. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഇത് പ്രൊഫൈലിൽ വരുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് 2-3 ദിവസം മുന്നേ വരും. അപ്പോൾ അതിന് ശ്രദ്ധിച്ച് കൺഫർമേഷൻ കൊടുക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക. അവസാനം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. താങ്ക് യു.